السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ദർദാ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ അഫ്ളല മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സദഖ. സഹാബാക്കളോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, സ്വതക്ക ചെയ്തതിനേക്കാൾ, അതുപോലെ തന്നെ ഒരാൾ നോമ്പ് നോറ്റതിനേക്കാൾ, ഒരാൾ നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്നതായ ശ്രേഷ്ഠകരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാലു, സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അവിടുന്ന് അറിയിച്ചു തന്നാലും. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടാളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, മസ്ലഹത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ്. ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഖ, കാരണം രണ്ടാളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാവുക എന്നുള്ളത്, കുഴപ്പമുണ്ടാവുക എന്നുള്ളത്, അത് എല്ലാം നീക്കിക്കളയുന്നതാണ്, വടിച്ചു കളയുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ അഖൂലു ഇന്നഹാ തഹ്ലിഖു ശഅർ, ഞാൻ അത് മുടിയെ നീക്കിക്കളയുന്നതാണ് എന്നല്ല പറഞ്ഞത്, വലാകിൻ തഹ്ലിഖുദ്ദീന, അത് ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ടാളുകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അയാളിൽ എന്തൊക്കെ ന്യൂനതയുണ്ടോ ആ ന്യൂനതകളൊക്കെ പറയും, ഗീബത്ത് പറയാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിൽ ആ ഒരു ബന്ധം, ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിലേക്ക് എത്തും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിലേക്ക് എന്ത് ചെയ്യും, ആ മനുഷ്യരെ എത്തിക്കും. എന്നിട്ട് അവൻ്റെ ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയും. എന്ത് കളവ് പറയാനും, എന്ത് കുറ്റം പറയാനും, എന്ത് ആരോപണങ്ങൾ പറയാനും പ്രയാസമില്ലാതാക്കി കണ്ട് ആ രൂപത്തിൽ എന്ത് ചെയ്യും, അവർ രണ്ടുപേരും ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ രണ്ടാളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാവുക എന്നുള്ളത്, രണ്ടാളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാവുക എന്നുള്ളത് ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് അവർ രണ്ടുപേർക്കും ഇടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നുവെങ്കിൽ അയാൾ നോമ്പ് നോറ്റവനേക്കാൾ, അതുപോലെ തന്നെ നിസ്കരിച്ചവനേക്കാൾ, അതുപോലെ തന്നെ സ്വതക്ക കൊടുത്തവനേക്കാൾ ദറജ കൂടുതൽ അവനെന്ത് ചെയ്യും, ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കിടയിൽ ഒരു ഇസ്ലാഹ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു മസ്ലഹത്ത് ഉണ്ടാക്കാൻ, നന്മ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന ആളെ പറ്റിയിട്ട് നല്ലതാണ് പറഞ്ഞിട്ടുള്ളത് കളവ് പോലും നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾ തെറ്റി നിൽക്കുകയാണ്, ആ സമയത്ത് ഒരുത്തരോട് നമ്മൾ പോയിട്ട് പറയണം, ഇന്നെ പറ്റിയിട്ട് എന്താണ് ഇയാൾ ഇന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റാളോട് വന്നിട്ട് പറയാം, ഇന്നെ പറ്റിയിട്ട് നീ തെറ്റിയ ആള് പിന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു ഉൽഫത്ത് ഒരു ഇണക്കം ഉണ്ടാകാൻ വേണ്ടി ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കളവ് പോലും പറയുന്നത് കളവായി പരിഗണിക്കുകയില്ല എന്നൊക്കെ നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ ആർക്കെങ്കിലും ഇടയിൽ ഫസാദുകൾ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് തിരുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നോമ്പ് നോറ്റതിനേക്കാൾ, അതുപോലെ തന്നെ നിസ്കരിച്ചതിനേക്കാൾ, സ്വതക്ക കൊടുത്തതിനേക്കാളൊക്കെ ദറജ ഏറ്റിക്കിട്ടാൻ അത് കാരണമായി തീരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.